സമയം കണക്കാക്കാം. ടൈം കാൽക്കുലേഷൻ. കൺഫ്യൂഷൻ കൊണ്ട് അങ്ങേയറ്റമാണ് ചില ആൾക്കാരൊക്കെ പറയും, സാറേ പോയി മാർക്ക് പോയി ഇങ്ങനെയൊക്കെ പറയലുണ്ട്. എന്തിനടെ എതൊക്കെ ഭയോ? സിമ്പിളായിട്ട് എങ്ങനെ ടൈം കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. പല വഴികളുണ്ട്. ഒരു 1-2 വഴികൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വഴികൾ എടുത്തോളി. ഓക്കെ, അപ്പോൾ ഈകളോട് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് വരുന്നവരൊക്കെ വേഗം സബ്സ്ക്രൈബ് ചെയ്തോ, അടിച്ചു പൊളിച്ചോ. ഓക്കെ, ലൈവ് ഒന്നും മറക്കണ്ട. എല്ലാ ദിവസവും രാത്രി 7 മണിക്ക് നിങ്ങളെ കാണാൻ വേണ്ടി ഏകൻ്റെ ടീച്ചേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, മറക്കണ്ട. സോഷ്യൽ സയൻസിൻ്റെ കാര്യം തീരെ മറക്കണ്ട. ഫുൾ മാർക്ക് വേണോ? നേരെ ഏകൻ്റെ ലൈവിലേക്ക് കൊണ്ടുവരിക. അവിടെ മയമില്ല, മന്ത്രമില്ല, മായാജാലമില്ല. ക്ലാസ് മാത്രം. നിങ്ങൾക്ക് അതും കിട്ടും, നന്നായിട്ട് പഠിക്കുകയും ചെയ്യാം. ഒരു കാര്യം മനസ്സിലാക്കണം, മോണപരീക്ഷയ്ക്ക് പഠിക്കുന്ന അതേ കാര്യങ്ങൾ ഫൈനൽ എക്സാം വരെ നമുക്ക് ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ അത് മറക്കണ്ട. അപ്പോൾ ഫസൽ സാർ നിങ്ങളെ സ്വാഗതം ചെയ്യണം. നേരെ ഇങ്ങോട്ട് പോരാൻ വേണ്ടിട്ടോ. അപ്പോൾ നമ്മുടെ സീസൺസ് ആൻഡ് ടൈമിൽ ടൈം കാൽക്കുലേഷൻ എങ്ങനെ ചെയ്ത് നോക്കാം. അത് ചെയ്യുന്നതിന് മുമ്പ് 2-3 കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഭൂമിക്ക് ഒരു ഭ്രമണമുണ്ട്. ആ ഭ്രമണം പൂർത്തിയാക്കാൻ 360 ഡിഗ്രി പൂർത്തിയാക്കാൻ 24 മണിക്കൂർ സമയം വേണം. ആ 24 മണിക്കൂർ ഞാൻ മിനിറ്റിലേക്ക് മാറ്റി, അതായത് 1440 മിനിറ്റ് ആണ്. അതിന് 60 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇൻറ്റു 60 ചെയ്താൽ മതി. 1440 മിനിറ്റ്, 1440 മിനിറ്റ്സ്. ഓക്കെ, അത്രയും സമയം എടുത്തിട്ടാണ് എർത്ത് ഒരു റൊട്ടേഷൻ, ഒരു ഭ്രമണം പൂർത്തിയാക്കുന്നത്, 360 ഡിഗ്രി കറങ്ങുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടെത്തിയ സാധനം എന്താണെന്ന് വെച്ചാൽ, 1 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ എത്ര ടൈം എടുക്കും എന്നുള്ള ആ ഒരു കണ്ടെത്തൽ. ഒന്നുമില്ല, 1440 ഡിവൈഡഡ് ബൈ 360 ചെയ്തു. അപ്പോൾ നമുക്ക് കറക്റ്റ് 4 മിനിറ്റ് എന്ന് കിട്ടി. അതാണ് ഈ 4 മിനിറ്റ്. നോക്കൂ, 1440 1440 ഡിവൈഡഡ് ബൈ 360, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 മിനിറ്റ്. ഓക്കെ, അപ്പോൾ 1 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടത് 4 മിനിറ്റ്. അത് വേറൊരു രീതിയിൽ പറഞ്ഞാൽ, ഓരോ 4 മിനിറ്റിലും എർത്ത് ഓരോ ഡിഗ്രി വീതം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 8 മിനിറ്റിൽ എത്ര ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്? 2 ഡിഗ്രി. ആൻഡ് 12 മിനിറ്റ് ആകുമ്പം എത്ര 12 മിനിറ്റ് ആകുമ്പം എത്ര ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും? 3 മിനിറ്റ്. അങ്ങനെ പോയി നമുക്ക് നേരെ തിരിച്ചും പറയാം. 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ജസ്റ്റ് നോക്കിയാൽ മതി. ഓക്കെ, യെസ്, 40 മിനിറ്റ് ആകുന്ന സമയത്ത് 10 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഓക്കെ, ഒരു മണിക്കൂർ കൊണ്ട്, അതായത് 60 മിനിറ്റ് കൊണ്ട് 15 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. ശരിയല്ലേ? 15 × 4, 1 ഡിഗ്രിക്ക് വേണ്ടത് 4 മിനിറ്റ് ആണ്. അപ്പോൾ 15 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടത് 15 × 4, ദാറ്റ് ഈസ് ഈക്വൽ ടു 60 മിനിറ്റ്സ്. 60 മിനിറ്റ്സ് അത് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഈ കാര്യം ജസ്റ്റ് എൻ്റെ മക്കളൊന്ന് ശ്രദ്ധിച്ചു വെക്കണം. 1 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ട ടൈം 4 മിനിറ്റ് ആണ്. അല്ലെങ്കിൽ ഓരോ 4 മിനിറ്റിലും 1 ഡിഗ്രി വീതം എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, അടുത്തത് ഓരോ 15 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാനും 1 മണിക്കൂർ വീതം ടൈം വേണം. അല്ലെങ്കിൽ ഓരോ 1 അവർ കൂടുമ്പോഴും എർത്ത് 15 ഡിഗ്രി വീതം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഈ 2 കാര്യങ്ങൾ എൻ്റെ മക്കൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു വെക്കണം. ഇതറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എന്നാൽ നമുക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തെയും സമയം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ നോക്കൂ. നമ്മുടെ മുമ്പിൽ ഒരു ഷീറ്റ് ഓഫ് പേപ്പർ തന്നിട്ട് അതിൽ ഈസ്റ്റും വെസ്റ്റും ഒക്കെ നമ്മളോട് മാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എവിടെ മാർക്ക് ചെയ്യണം? നമ്മുടെ റൈറ്റ് സൈഡ്, വലത്തെ സൈഡ്. ഈ വലത്തെ സൈഡാണ് ഈസ്റ്റ് എന്ന് പറയുന്നത്, കിഴക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ലെഫ്റ്റിലുള്ളതാണ് പടിഞ്ഞാറ് അല്ലെങ്കിൽ വെസ്റ്റ് എന്ന് പറയുന്നത്. ജനറൽ ആയിട്ട് അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എവിടുന്നാ സൂര്യൻ വരുന്നതെന്ന് ചോദിച്ചാൽ, സണ്ണ് വരുന്നത് ഈസ്റ്റ് നിന്നാണ്. സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, കിഴക്ക് നിന്നാണ് സൂര്യൻ വരുന്നത്. അത് എവിടെയാണ് സൺസെറ്റ് എവിടെയാണ്? സൺസെറ്റ് വെസ്റ്റിലാണ്, പടിഞ്ഞാറാണ്. അപ്പോൾ ആദ്യം സണ്ണിനെ കിട്ടുന്നത് ഈസ്റ്റ് ഭാഗത്താണ്, കിഴക്കാണ്. അപ്പോൾ അവിടെ സമയം മുന്നിലായിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ ശ്രദ്ധിക്കാം, ഇവിടെ രാവിലെ നേരം വെളുത്തെന്ന് വിചാരിക്കുക. ഈസ്റ്റിൽ ഒരു 8 AM ആണെന്ന് വിചാരിക്കാം. ആ ടൈമിൽ ഇവിടേക്ക് സൂര്യൻ എത്തിയിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ ഇവിടെ പുലർച്ചെ 3 AM ആയിട്ടുണ്ടാവുള്ളൂ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. അതിനർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം മീനിങ് എന്താണെന്ന് വെച്ചാൽ, ഈസ്റ്റിലോട്ട് പോകുന്തോറും സമയം മുന്നോട്ട് പോകും, പ്ലസ് ചെയ്ത് പോകും. വെസ്റ്റിലോട്ട് പോകുന്തോറും സമയം മൈനസ് ചെയ്ത് അല്ലെങ്കിൽ കുറഞ്ഞു വരും. ആ ഒരു ലോജിക്ക് എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം കേട്ടോ. ഓക്കെ, സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മൾ വലത്തോട്ട് റൈറ്റ് സൈഡിലോട്ട് പോകുന്ന സമയത്ത് ടൈം മുന്നോട്ട് പോകും, ലെഫ്റ്റിലോട്ട് പോകുമ്പം സമയം പിറകോട്ട് പോകും. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ടൈം ഇൻക്രീസിങ് ടുവാർഡ്സ് ഈസ്റ്റ് എന്നുള്ളത് നമുക്ക് വേറൊരു പേര് വേണമെങ്കിൽ കൊടുക്കാം, റൈറ്റ് എന്ന് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. റൈറ്റ്. ഓക്കെ, യെസ്, സമയം അതുപോലെ ഡിഗ്രീസിങ് ടുവാർഡ്സ് വെസ്റ്റ് എന്ന് വെച്ചാൽ ലെഫ്റ്റ്, ഇടത്തോട്ട് പോകുന്തോറും സമയം ഡിഗ്രീസ് ചെയ്യുന്നു, കുറയുന്നു. ഇതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചാൽ ബാക്കി സെറ്റാണ്. അപ്പോൾ സാറേ എങ്ങനെയാണ് ചെയ്യുക? നമുക്കൊരു എക്സാമ്പിളിലൂടെ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനിലൂടെ ഈസി ആയിട്ടൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, നോക്കൂ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ അടുത്തതായിട്ട് ചെയ്യാം. നമുക്ക് ചെയ്യേണ്ടത് ആദ്യം ഈ ക്വസ്റ്റ്യൻ ചെയ്യാം.
Calculate the time at the following longitudes, assuming the Greenwich mean time as 10 AM. സംഭവം ഇത്രേ ഉള്ളൂ. നമ്മുടെ ഗ്രീനിച്ച് രേഖ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതിന് നമ്മൾ 0 ഡിഗ്രി ലൈൻ എന്ന് പറയും. ആ 0 ഡിഗ്രിയിലെ ടൈം എത്രയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും പറയാൻ പറ്റും. അത് 10 മണിയാണ്, രാവിലെ 10 AM ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് പറഞ്ഞിട്ട് ഇനി തന്നിട്ടുള്ള 90 ഡിഗ്രി വെസ്റ്റ്, 90 ഡിഗ്രി പടിഞ്ഞാറ്, 90 ഡിഗ്രി പടിഞ്ഞാറ് സമയം എത്രയാണ്, അതുപോലെ 120 ഡിഗ്രി ഈസ്റ്റ് കിഴക്ക് സമയം എത്രയാണ്, ഇതാണ് നമ്മളോട് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം മാർക്ക് ചെയ്യേണ്ടത് കിഴക്കും പടിഞ്ഞാറും മാർക്ക് ചെയ്യുക, ഈസ്റ്റും വെസ്റ്റും മാർക്ക് ചെയ്യുക. ഇത് ഈസ്റ്റ് ആണ് അഥവാ കിഴക്കാണ്, ഇവിടെ നമുക്ക് പടിഞ്ഞാറുണ്ട് അഥവാ വെസ്റ്റ് ആണ്, രണ്ടും മാർക്ക് ചെയ്തു. ഇനി നമുക്ക് കാണേണ്ട രണ്ട് ലൈൻസ് അങ്ങ് വരച്ചേക്കാം. ഓക്കെ, ആദ്യം നമുക്ക് കാണേണ്ടത് 90 ഡിഗ്രി വെസ്റ്റ് ആണ്. വെസ്റ്റിൽ ഞാൻ ചെറിയൊരു വരയാൻ കിട്ടും, ഒരു വര ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്തു, 90 ഡിഗ്രി എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, യെസ്, ഇത് നമുക്ക് കിട്ടി. ഇനി എനിക്ക് എന്താണ് കാണേണ്ടതെന്ന് ചോദിച്ചാൽ, ഇനി കാണേണ്ട സാധനമാണ് രസകരമായ വസ്തുത. ഒന്നുമല്ല, ഈ 0 ഡിഗ്രിയും 90 ഡിഗ്രിയും തമ്മിൽ എത്ര ടൈം ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 0യും 90യും തമ്മിൽ എത്ര ലോഞ്ചിറ്റ്യൂഡിനൽ ഡിഫറൻസ് ഉണ്ടെന്നാണ്. അപ്പോൾ ആദ്യം ഞാനിവിടെ എഴുതുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ലോഞ്ചിറ്റ്യൂഡിനൽ ഡിഫറൻസ് കാണുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ലോഞ്ചിറ്റ്യൂഡിനൽ ഡിഫറൻസ്. ഓക്കെ, അതായത് രേഖാംശ വ്യത്യാസം എന്ന് വേണമെങ്കിൽ പറയാം. രേഖാംശ വ്യത്യാസം ഞാൻ ഇപ്പുറത്തെ പേജിൽ എഴുതാട്ടോ. ഓക്കെ, ഞാൻ LD എന്നിട്ടുണ്ട്, LD. ഞാൻ രേഖാംശ വ്യത്യാസം. ഓക്കെ, അപ്പൊ നോക്ക്, ശ്രദ്ധിക്കാം. ഇതാ 0 ആണ് നമുക്ക് തന്നതും കാണേണ്ടതും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അത് 90 ആണ്. എത്രയാ? 90. സിമ്പിൾ, 90. ഇനി അടുത്ത സ്റ്റെപ്പ് ഈ 90 ഡിഗ്രി എന്നുള്ളതിനെ നമുക്ക് ടൈമിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഓക്കെ, ടൈം ഡിഫറൻസ് എന്ന് എഴുതണം. ടൈം ഡിഫറൻസ്, അതായത് സമയവ്യത്യാസം എത്രയാണ്. 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറാണെന്നാണ് കാണേണ്ടത്. അത് കാണാൻ പല മാർഗങ്ങളുണ്ട്. ഒരു മാർഗം ഞാൻ പറയാം, എൻ്റെ എളുപ്പമുള്ള മാർഗമാണ്. എളുപ്പമുള്ള മാർഗം എന്താണെന്ന് ചോദിച്ചാൽ 15 ഡിഗ്രി എന്ന് വെച്ചാൽ 1 മണിക്കൂറാണ്. അപ്പോൾ നമുക്ക് 15ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോക്കി പോകാം. 30, 45, 60, 75, 90. അപ്പോൾ നോക്ക് എത്ര മണിക്കൂറായി നോക്ക്. 1, 2, 3, 4, 5, 6, 6 അവേഴ്സ്. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ 6 അവേഴ്സ് ഡിഫറൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റും. ഇനി ഇതല്ലാതെ ഈ 90 ഡിഗ്രി എങ്ങനെയാണ് നമുക്ക് ഈ 6 അവേഴ്സ് കാണാമെന്ന് ചോദിച്ചാൽ അതിന് നമ്മൾ ചെയ്യേണ്ട പരിപാടി, ആദ്യം ഈ 90 ഡിഗ്രിയെ മിനിറ്റിലേക്ക് മാറ്റാം. അപ്പോൾ 1 ഡിഗ്രി = 4 മിനിറ്റ് ആണ്. അപ്പോൾ 90 × 4 ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 360 എന്ന് കിട്ടും. 4 × 0 0 ആണ്, 4 × 9 36 ആണ്. അപ്പോൾ 36. അപ്പോൾ ഇതെന്താണ്? 36 മിനിറ്റ് ആണ്. 360 മിനിറ്റ് ആണ്. 360 മിനിറ്റ്. ഈ 360 മിനിറ്റിന് എന്തിലേക്ക് മാറ്റണം? ഹവറിലോട്ട് കൺവേർട്ട് ചെയ്യണം. അത് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? 360 ഡിവൈഡഡ് ബൈ, അല്ലെങ്കിൽ ഹരിക്കണം. ഓക്കെ, ഡിവിഷൻ ആണ്. യെസ്, 60 ചെയ്യണം. 0 ക്യാൻസൽ ചെയ്യാൻ നിൽക്കണ്ട, ഇപ്പം തന്നെ നിൽക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി അറിയോ? ഇവിടെ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 6 ഇങ്ങോട്ട് എടുക്കുക. ആദ്യത്തെ 60ൻ്റെ 6 എടുക്കുക. 60ന് 6 എടുക്കാം. ഈ ഫസ്റ്റത്തെ ഈ 2 ലെറ്റർ, 2 അക്കങ്ങളിലെ നമ്പേഴ്സിലെ ഈ 2 നമ്പറിൽ എത്ര 6 പോകുമെന്ന് നോക്കാം. ഈ ആദ്യത്തെ 2 നമ്പറിൽ എത്ര 6 പോകും നോക്കാം. അപ്പം 6 × 6 36 തന്നെയാണ്. ഞാൻ എന്ത് ചെയ്തു? ഇവിടെ 36 എഴുതി. ഓക്കെ, ഈ 0 ഇവിടെ ഇട്ട് ഇതെല്ലാം കൂടെ മൈനസ് ചെയ്ത സമയത്ത് വീണ്ടും 0 കിട്ടി. അപ്പം നോക്ക്, ഇവിടെ റിമൈൻഡർ 0 ആയതുകൊണ്ട് തന്നെ 6 അവേഴ്സ് ഈസിയാണ്. റിമൈൻഡർ എങ്ങാനും വന്നാൽ, റിമൈൻഡർ 5, 10, 20 ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇവിടെ ഇട്ടിട്ട് എന്ത് ചെയ്യുക? നേരെ റിമൈൻഡർ മേലെടുത്ത് എഴുതിയാൽ മതി. അങ്ങനത്തെ ഒരു പ്രോബ്ലം വരാനുണ്ട്. അപ്പം നമുക്കത് ചെയ്യാം. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് 6 അവേഴ്സിന് 2 രീതി കിട്ടി. ഒന്ന് 15ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോക്കിയാൽ മതി. അടുത്ത് തന്നെ എന്ത് ചെയ്താൽ മതി? ഈ × 4 ചെയ്യാം, പിന്നെ ഡിവൈഡഡ് ബൈ 6 ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെ ചെയ്താൽ നമുക്ക് കിട്ടിയത് 6 അവേഴ്സ് ആണ്, 6 മണിക്കൂർ. അപ്പോൾ ഇവിടുത്തെ പോയിന്റ് ഇതാണ്, 6 അവേഴ്സ് ഡിഫറൻസ് ഉണ്ട്, 6 മണിക്കൂർ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ കാണേണ്ട ടൈം വെസ്റ്റിലാണോ ഈസ്റ്റിലാണോ പടിഞ്ഞാറാണോ കിഴക്കാണോ നോക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലായി, സാർ ഇത് പടിഞ്ഞാറാണ്, അതായത് വെസ്റ്റിലാണ്. വെസ്റ്റിലോട്ട് പോകുമ്പം ടൈം എന്താ ചെയ്യുക? മൈനസ് ആവോ, കുറയോ, കൂടുവോ? കുറയും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങോട്ടേക്ക് -6 അവർ ആണ്. 10 ഇവിടെ തന്നിട്ടുള്ള സമയമുണ്ട്, 10 AM എന്നുള്ള സമയം. ഈ 0ലെ ടൈം 10 AM ആണ്. ആ 10 AM ഇവിടെ നമ്മൾ കണ്ട ഈ ഒരു ഡിഫറൻസ് ഇല്ലേ, ആ ഒരു ഡിഫറൻസ് ഇവിടുത്തെ ഡിഫറൻസ്, ആ ഡിഫറൻസ് മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ടൈം അറ്റ് 90 ഡിഗ്രി വെസ്റ്റ് അഥവാ പടിഞ്ഞാറ് =
10 AM 10 AM മൈനസ് ചെയ്യണം. എത്ര മണിക്കൂർ? 6 hours. 10 AM എടുത്തൊന്ന് ക്വസ്റ്റ്യനിൽ തന്നാണ്. അപ്പോൾ 10 മൈനസ് 6 എത്രയാടാ? 4. 4 AM. 4 AM ആൻസർ ആയി. ആൻസർ ഈസ് 4 AM. ആൻസർ 4 AM ആണ്. ഉത്തരം കിട്ടി. ഇതാണ് സിംപ്ലസ്റ്റ് വേ. യെസ്. അപ്പോൾ അടുത്തത് കാണേണ്ടത് 120 ഡിഗ്രി ഈസ്റ്റ് ആണ്. നമുക്ക് 120 ഡിഗ്രി ഈസ്റ്റ് കാണണം. നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? 0 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. 0 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. ഈസ്റ്റ് മാർക്ക് ചെയ്യുന്നു. അതുപോലെ വെസ്റ്റ് മാർക്ക് ചെയ്യുന്നു. പടിഞ്ഞാറ് മാർക്ക് ചെയ്യുന്നു. 10 AM ആദ്യം മാർക്ക് ചെയ്യുന്നു. 120 ഡിഗ്രി ഈസ്റ്റ് മാർക്ക് ചെയ്യുന്നു. ഇതാ ഇവിടെ 120 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. 120 ഡിഗ്രി എളുപ്പം. ഒരു പണിയില്ല. ആദ്യം നമ്മൾ 90 ഡിഗ്രി കണ്ടതാണ്. 90 ഡിഗ്രി ഈസ് ഈക്വൽ ടു 6 hours ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്കിവിടെ LD ലോഞ്ചിറ്റ്യൂഡിനൽ ഡിഫറൻസിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. അത് 120 ഡിഗ്രിയാണ്. 0 മുതൽ 120 വരെ. അപ്പോൾ 120 ഡിഗ്രിയാണ്. ഇനി TD കാണണം, ടൈം ഡിഫറൻസ് കാണണം. അപ്പോൾ രേഖാംശ വ്യത്യാസം നമുക്ക് 120 കിട്ടിയിട്ടുണ്ട്. ഇനി സമയ വ്യത്യാസം കിട്ടണം. അത് എത്രയെന്ന് അറിയണം. അത് കണ്ടെത്താൻ എളുപ്പ മാർഗമുണ്ട്. 90 ഡിഗ്രി സിക്കിൾ 6 hours തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടെ സിമ്പിളാണ്. നോക്കൂ. യെസ്, ഇവിടെ ശ്രദ്ധിക്കണം. 105 ഡിഗ്രി ഒരു 15 കൂടെ കൂട്ടി. അപ്പോൾ 7 മണിക്കൂറായി. 120 ഡിഗ്രി ഒരു 15 കൂടെ കൂട്ടി. അപ്പോൾ 8 hours ആയി. അപ്പോൾ ഇവിടുത്തെ ടൈം ഡിഫറൻസ്, സമയവ്യത്യാസം 8 hours ആണ്. 8 മണിക്കൂറാണ്. അപ്പോൾ അടുത്ത ചോദ്യം നോക്കൂ. നമുക്ക് തന്നിരിക്കുന്ന ലൈൻ ഈ പറഞ്ഞ 10 AM തന്നെയാണ്. അത് 0 ഡിഗ്രിയാണ്. കാണേണ്ടത് ഈസ്റ്റിലാണ്. റൈറ്റിലോട്ടാണ് പോകേണ്ടത്, വലത്തോട്ടേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമുക്കറിയാം പ്ലസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു 120 ഡിഗ്രി ഈസ്റ്റിലെ ടൈം കാണാൻ നമുക്ക് 10 AM എത്ര അവേഴ്സ് പ്ലസ് ചെയ്യണം? എങ്ങനെ പ്ലസ് ചെയ്യുക? പല ആൾക്കാർക്ക് അത് അറിയില്ല. സാർ 10 8 കൂട്ടിയാൽ 18 അല്ലേ വരിക? അത് റെയിൽവേ ടൈമിൽ 18 നമ്മൾ എഴുതും. അപ്പോൾ അത് 6 PM ആണ്. അത് എങ്ങനെ കിട്ടാൻ നോക്കാം. ഓക്കെ, നമുക്കൊന്ന് എഴുതി നോക്കാം. ഓക്കെ, 11 ആകുമ്പോൾ 1 മണിക്കൂറായി. 12 ആകുമ്പോൾ 2 മണിക്കൂറായി. പിന്നെ 13 ആണോ? അല്ല, 1 ആണ്. അപ്പോൾ ഇവിടെ 11 AM ആണ്. ഇനിയിപ്പോൾ 1 വന്നാൽ പിന്നെ എന്തായി മാറി? PM ആയി. കാരണം 12 ക്രോസ് ചെയ്തു. 3 മണിക്കൂർ കഴിഞ്ഞു. ഓക്കെ, ഇനി ബാക്കി എത്ര അവേഴ്സ് ഉണ്ട്? 5 hours. അതായത് 5 മണിക്കൂർ കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ആയി, 3 ആയി, 4 ആയി, 5 ആയി, 6 ആയി. അപ്പം 6 മണിയായി. ഓക്കെ, 10 മണി. ലിസൺ, 10 AM ആണ് ഇവിടെ. അതിനോട് 8 hours മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 6 ആയി. അപ്പോൾ 6 PM ഈസ് ദ ആൻസർ. അപ്പം നമുക്കിവിടെ എഴുതാൻ പറ്റണം എന്ത്? ടൈം അറ്റ് 120 ഡിഗ്രി ഈസ്റ്റ് അല്ലെങ്കിൽ കിഴക്ക്. 120 ഡിഗ്രി കിഴക്കിലെ സമയം എന്ന് പറഞ്ഞാൽ 10 AM പ്ലസ് 8 hours ആണ്. എന്ന് വെച്ചാൽ നമുക്ക് എത്രയാ? 6 PM. എത്രയാ? 6 PM ആണ് ആൻസർ. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റണം. ഇത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ, ഇങ്ങനെ എങ്ങാനും ഒരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ഫൈനൽ എക്സാമിന് വരെ ചോദിച്ചാണ്. ഇത് എന്തായാലും essay ചോദ്യമായിട്ട് 4 or 5 മാർക്കിനാണ് ചോദിക്കുക. എളുപ്പത്തിൽ ഉത്തരം കിട്ടും. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഓക്കെ, യെസ്. അപ്പം ഞാൻ എന്ത് ചെയ്യാണ്? ഇനി നിങ്ങൾക്ക് വേറൊരു ചോദ്യം ഞാൻ എങ്ങനെ വന്നു, അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, എങ്ങനെ നോക്കാം? ശ്രദ്ധിക്കാം. എല്ലാവർക്കും എളുപ്പമുള്ളൊരു ചോദ്യമാണ്, അറിയാം. ഇവിടെ തരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് IST ഇന്ത്യൻ സമയം തരും. IST ഒരു 10 AM ആണെന്ന് തരും. ശ്രദ്ധിക്കണം. എന്നിട്ട് പറയാം നമ്മളോട് 0 ഡിഗ്രി ഗ്രീനിച്ച് സമയം കാണാൻ പറയും. ഇന്ത്യൻ സമയം തന്നിട്ട് 0 ഡിഗ്രിയിലെ ഗ്രീനിച്ച് സമയം കാണാൻ പറയും. നേരെ തിരിച്ചും വരാം. അപ്പോൾ അതെന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മളൊന്നും വേണ്ട, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ഇന്ത്യൻ സമയവും അതായത് 0 ഡിഗ്രിയും ഇന്ത്യൻ സമയം IST തമ്മിലുള്ള ഡിഫറൻസ് എത്രയെന്ന് ചോദിച്ചാൽ അത് 5.5 മണിക്കൂറാണ്. 530 hours ആണ്. 530 hours ആണ്. ഓക്കെ, 530 hours. ഇനി ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന കാര്യം നല്ല പോലെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. എന്താ സംഭവം എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇത് നമ്മുടെ 0 ഡിഗ്രി ലൈൻ ആണെങ്കിൽ ഇവിടെ നമ്മുടെ ഇന്ത്യ ഉണ്ട്. ഓക്കെ, ഇന്ത്യയുടെ സെൻറ്ററിലൂടെ പോകുന്ന ലൈനാണ്. ഇന്ത്യയുടെ ആ ഒരു ഇന്ത്യയുടെ ആ ഒരു IST സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, 82.5 ഡിഗ്രി ഈസ്റ്റ്. അപ്പോൾ ഇന്ത്യ ഇരിക്കുന്നത് കിഴക്ക് ഭാഗത്താണ്. ഇന്ത്യ ഇരിക്കുന്നത് കിഴക്കാണ്. 82 ഡിഗ്രി കിഴക്കാണ്. ഓക്കെ, ശ്രദ്ധിക്കാം. ഇനി നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് നമുക്കറിയാം. അത് 5.5 മണിക്കൂറാണെന്ന് അറിയാം. 5.5 മണിക്കൂറാണെന്ന് അറിയാം. ഓക്കെ, അപ്പം നമ്മളോട് പറയാണ് ഇതാ ഈ 0 ഡിഗ്രി തന്നിട്ട് ഇന്ത്യൻ സമയം കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ 5.5 മണിക്കൂർ പ്ലസ് ചെയ്യണം. ഓക്കെ, നേരെ തിരിച്ചാണ്. ഇന്ത്യൻ സമയം തന്നിട്ട് 0 ഡിഗ്രി കാണാൻ പറഞ്ഞാൽ അരമാർക്ക് ഇങ്ങോട്ടാണെങ്കിൽ യെസ്
5.5 മണിക്കൂർ മൈനസ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇവിടെ പറഞ്ഞത് IST 10 AM ആണ്, 0 ഡിഗ്രി കാണാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇന്ത്യൻ സമയം 10 AM ആണ്, അതിനോട് 5.5 മണിക്കൂർ കുറയ്ക്കണം. 10നോട് ആദ്യം 5 കുറയ്ക്കാം. ഓക്കെ, യെസ് 10 ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ നമുക്ക് 9 ഉണ്ട്. ഓക്കെ, അതുപോലെ 8 ഉണ്ട്, അതുപോലെ 7 ഉണ്ട്, 6 ഉണ്ട്, 5 ഉണ്ട്. അവിടെ 5 മണിക്കൂർ മൈനസ് ചെയ്തു. ഇനി അരമണിക്കൂർ മൈനസ് ചെയ്യണം. 5 AM ആണ്. 5 AM അരമണിക്കൂറുടെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടും 4:30 AM. ഉത്തരം കിട്ടും 4:30 AM ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എഴുതുന്ന രീതി എങ്ങനെയാ വെച്ചാൽ IST അല്ലെങ്കിൽ നമ്മളിപ്പോൾ കാണാൻ പറഞ്ഞത് 0 ഡിഗ്രി ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതണം. യെസ്, ടൈം അറ്റ് 0 ഡിഗ്രി, ഗ്രീനിച്ചിലെ സമയം ഈക്വൽ ടു എങ്ങനെ എഴുതണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യെസ് IST ഇന്ത്യൻ സമയം മൈനസ് 5.5 മണിക്കൂർ. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? 10 മൈനസ് 5:30. അപ്പോൾ എത്രയാ? 4:30 AM. ഇങ്ങനെ എഴുതാൻ പറ്റണം. ഇതിനും കിട്ടും 3 മാർക്കിൽ കുറയാത്തൊരു മാർക്ക്. നേരെ തിരിച്ചാണെങ്കിലും സിമ്പിൾ ആണ്. പ്ലസ് ചെയ്താൽ മതി, നേരെ പ്ലസ് ചെയ്താൽ മതി. ഈ മൈനസ് എന്തായി മാറും? ഇവിടെയുള്ള മൈനസ് എന്തായി മാറും? ഇത് പ്ലസ് ആയിട്ട് മാറും. ഓക്കെ, നേരെ തിരിച്ചാണെങ്കിൽ ഗ്രീനിച്ച് ടൈം GMT പ്ലസ് 5:30 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ ഞാനിവിടെ എഴുതുന്നുണ്ട്. നിങ്ങളോട് കാണാൻ പറയാണ്. IST നിങ്ങളോട് കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ GMT പ്ലസ് 5:30. ഓക്കെ, ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. അപ്പോൾ ഇത് പഠിച്ചു വെക്കണം. ഇതും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. എന്തായാലും ടൈം കാൽക്കുലേഷൻ ഒരു ചോദ്യം വരികയാണെന്ന് വെച്ചാൽ അത്രയും സിമ്പിളായിട്ട് മാത്രമേ വരുള്ളൂ. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അടിയിൽ പറയാം. അത് നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ പറഞ്ഞു തരേണ്ട ഈസി ആയിട്ട്. ഓക്കെ, അതെല്ലാം നമുക്ക് ഇനിയുള്ള ലൈവിലൊക്കെ ഡിസ്കസ് ചെയ്യാനായിട്ട്, ടൈം കാൽക്കുലേഷൻ ലൈവിലും ഡിസ്കസ് ചെയ്യാനായിട്ട് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ മറക്കാതെ ചെയ്യേണ്ട കാര്യം മാക്സിമം ആളുകളിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളതാണ്. എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം? കമൻറ്റ് ചെയ്യാൻ പറ്റും. കമൻറ്റ് ചെയ്തിരിക്കണം. എന്ന് ഞാൻ എന്ത് ചെയ്യാം? അത് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, എക്സാം ആണ്, വെറുതെ ഉഴപ്പാൻ നിൽക്കരുത്. ഓക്കെ, ശരിയായ രീതിയിൽ ശരിയായ ദിശയിൽ സഞ്ചരിക്കുന്നവരുടെ കൂടെ പഠിച്ചിട്ട് മുന്നേറുക. ഓക്കെ, താങ്ക് യു, ബൈ, സീ യു.